ദുആ ചെയ്യുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണെന്നും അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണെന്നും നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ നിയമം വളരെ വ്യക്തമായി 1400 വർഷങ്ങൾക്ക് മുമ്പ് സമുദായത്തെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ആശയം റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ വന്നു വിജ്ഞാനം നുകർന്ന അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ആ ആശയം ഒപ്പിയെടുത്ത് അത് സമുദായത്തിൽ പ്രചരിപ്പിച്ചു, താബിഈങ്ങൾക്ക് സമ്മാനിച്ചു. ആ വിഷയം താബിഈങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ പകർത്തലോടൊപ്പം താബിഈങ്ങൾക്ക് അത് സമർപ്പിച്ച് അവസാനം നമ്മുടെ ഗുരുവര്യന്മാരിലേക്ക് അവരത് എത്തിക്കുകയും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ല. എന്നാൽ പഴയ കാലം മുതൽക്ക് തന്നെ ഈ പ്രസ്ഥാനത്തിന് എതിർപ്പുകൾ അതുപോലെ തെറ്റിദ്ധാരണകളും വരുത്തി സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ യഥാർത്ഥ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിതിരിച്ച് മറ്റൊരാശയത്തിലേക്ക് തിരിക്കുന്ന ഒരു സ്വഭാവം ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം. നമുക്കറിയാം, യമാമയിൽ നിന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് വളരെ വ്യക്തമായി ഖുർആനിനെ സംബന്ധിച്ചും അതിന്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ചും കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചും നല്ല പഠനം നടത്തി പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു നഹാറു റജാൽ ബിൻ ഉൻഫുവ എന്ന വ്യക്തി. ആ വ്യക്തി റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്ത് വന്ന് ശിഷ്യത്വം സ്വീകരിച്ച് വിജ്ഞാനം മതിവരുവോളം നുകർന്ന് പണ്ഡിതനായതിനു ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ പണ്ഡിതനായി ബിരുദം നൽകി അദ്ദേഹത്തെ യമാമയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമാമയിൽ ചെന്ന ആ മനുഷ്യരോട് അവിടെ ചെന്നാൽ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു. എന്തായിരുന്നു അത്? നീ അവിടെ ചെന്നാൽ അവിടെ മുസൈലിമത്ത് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവൻ പ്രവാചകനാണ് എന്ന് വാദിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായി നീ ശബ്ദമുയർത്തലോടൊപ്പം ഈ പ്രസ്ഥാനം അത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ നേതാവിനെ നബിയായി സ്വീകരിക്കലോടൊപ്പമാണ്. മുസൈലിമത്ത് ഒരിക്കലും നബിയല്ല. ആ നബിയല്ല എന്ന വാദം അത് സമുദായത്തിന് ദൃഢമാകും വിധത്തിൽ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിന്റെ തനതായ ആശയം പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് പറഞ്ഞയച്ച പണ്ഡിതനായിരുന്നു നഹാറു റജാൽ ബിൻ ഉൻഫുവ എന്ന വ്യക്തി. ബഹുമാനപ്പെട്ട ഇബ്നു അസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ കാമിൽ ഫി താരീഖ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആ വ്യക്തി യമാമയിൽ ചെന്നതിന് ശേഷം മുസൈലിമത്തുൽ കസ്സാബിനെ സംബന്ധിച്ച് സമുദായത്തിന്റെ മുമ്പിൽ പ്രസംഗിച്ചിരുന്ന വിഷയം എന്തായിരുന്നു അറിയുമോ? മുസൈലിമത്ത് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം നുബുവത്ത് എന്ന ക്വാളിഫിക്കേഷനിന്റെ വിഷയത്തിൽ തുല്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നുബുവത്തിലെത്തിയ വ്യക്തിയാണ് മുസൈലിമത്ത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് കള്ളപ്രചരണം എന്ന ഒരു ആരോപണം ആ മുസൈലിമത്തിനെ സംബന്ധിച്ച് നഹാറു റജാൽ ബിൻ ഉൻഫുവ എന്ന പണ്ഡിതൻ അവിടെ ചെന്ന് പറയുകയാണ്. നാം മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാക്കിയതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ ക്ലാസ്സിൽ പറയാത്ത ഒരു വിഷയം അത് യമാമയിൽ ചെന്ന് പ്രചരിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം, പഴയ കാലത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തിയറിയും അത് മുഖേന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്ന ശൈലിയും ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. അപ്പൊ ഈ കാലഘട്ടത്തിൽ അതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വിഭാഗം വന്നു എന്നതുകൊണ്ട് ഒരു അത്ഭുതമല്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ഇസ്ലാമിന്റെ നിർഘോഷമുള്ളത്.
ിൽ നടക്കുന്ന അനാചാരം, ഈ അനാചാരങ്ങൾ നാം അംഗീകരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മേലിൽ വെച്ചുകെട്ടി ഇതാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരംഗീകരിക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നു. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ സമസ്തക്കില്ലാത്ത നിലപാട്, നമ്മുടെ പണ്ഡിത സമുദായത്തിനില്ലാത്ത നിലപാട്, നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തരാത്ത ആശയം, അത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനുണ്ട് എന്ന് നമ്മുടെ പേരിൽ ഒരു ആരോപണം വെച്ചുകെട്ടി പ്രസംഗിച്ചുകൊണ്ട് സമുദായത്തിന്റെ മുമ്പിൽ ഞങ്ങളാണ് യഥാർത്ഥ മുവഹ്ഹിദുകൾ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ തുടങ്ങിയ ഒരു തിയറി അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കണം. അത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സ്വഭാവമാണ്, അതിൽ തർക്കമില്ല.